ഹായ്, ഇന്ന് എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പ്രൊഫഷണലായി കേക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എവിടെയും പോയി പഠിച്ചതൊന്നുമല്ല കേട്ടോ. എൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം യൂട്യൂബ് റെഫർ ചെയ്ത് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ കേക്ക്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണികൾ ഇന്നൊരു കോൺഫിഡൻസ് തോന്നി അതിൻ്റെ വീഡിയോസ് എടുക്കാമെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതിനെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും പറയാമെന്ന്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2-3 ചേച്ചിമാർ കേക്ക് സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടാണ്. പക്ഷേ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടും ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അത് പ്രീമിക്സ് വെച്ചിട്ടാണ്. അന്ന് ആദ്യവും അവസാനവുമായിട്ടാണ് ഞാൻ ആ പ്രീമിക്സ് വെച്ച് ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ മറ്റേ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രീമിക്സ് വെച്ച് ചെയ്യുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വലിയ ഡെക്കറേഷനും പണികളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ മുകളിൽ നോസിൽ വർക്ക് ചിലപ്പോൾ ചെയ്യുമല്ലോ, അതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാണ്ട് സാധാ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ ചെറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈറ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുട്ട ബീറ്റ് ചെയ്യുന്ന ഒരു സാധനങ്ങളും എൻ്റെ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ആഗ്രഹം കൂടി വന്നപ്പോൾ പിന്നെ ഉണ്ടാക്കിയ കേക്കെല്ലാം വളരെ ഫ്ലോപ്പായിരുന്നു. അതായത് ചോറും കറിയൊക്കെ കഴിക്കുന്ന പോലെ കേക്ക് വേറെ അതിൻ്റെ ക്രീം വേറെ ഭാഗത്തായിരുന്നു. നമ്മൾ കൂട്ടി കഴിക്കണമായിരുന്നു. ഇത് രണ്ടും മിക്സായിട്ട് വരില്ലായിരുന്നു എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഈ വക സാധനങ്ങൾ ബീറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഒരു ടിപ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. പിന്നെ ഞാൻ കുത്തിയിരുന്ന് യൂട്യൂബ്, ആകെയുള്ളതൊരു ഫോണായിരുന്നു, കുത്തിയിരുന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് ഓരോരോ സാധനങ്ങളും. എനിക്ക് ജോലിയുണ്ട്, എന്നാലും നമുക്കറിയാമല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് കേക്ക് ഷോപ്പിൽ നിന്ന് അത്യാവശ്യമുള്ള നോസിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ബീറ്റർ വാങ്ങിക്കാനുള്ള സാമ്പത്തികമല്ലായിട്ടല്ല, അതൊരു അധിക ചിലവായതുകൊണ്ട് പിന്നെ നമ്മൾ അത്രയും പൈസേനെയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ബീറ്ററിന് പകരം നമ്മൾ കണ്ണൂരുകാരെ കേക്ക് ഉണ്ടാക്കും, വെട്ട് കേക്ക് ഉണ്ടാക്കുന്ന ചില വീടുകളിൽ അത് മുട്ട മിക്സ് ചെയ്യുന്നൊരു സാധനം ഉണ്ടാവും. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യും, കുറേ നേരം കടയണം, എന്നാലേ അത് ബീറ്റായി വരുള്ളൂ. പിന്നെ കണ്ണൂർ വെട്ട് കേക്കിന് അത്രയും മിക്സ് മതി, നമ്മുടെ കേക്കിൻ്റെ ഒരു ഇത് വേണ്ട. എന്നാലും ഇത് വെച്ച് ഞാനൊരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് എന്തുകൊണ്ടോ തുടങ്ങിയ കേക്ക് ഉണ്ടാക്കലാണ്. രാത്രി വരെ കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ക്രീം ചെയ്യാൻ വേണ്ടി ഈ ക്രീം അടിക്കുന്നത് എൻ്റെ അപ്പം ഒരു 7-8 മണിയായപ്പോൾ വന്നതാണ്. 10 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു ബീറ്റർ വാങ്ങിച്ചത്. 1300 രൂപയായിരുന്നു ആ ബീറ്ററിന് അന്ന് വില. അതൊരു 8 വർഷം മുന്നേ കേട്ടോ. എൻ്റെ വീട്ടിനെ സംബന്ധിച്ച്, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് അന്ന് അതെനിക്ക് വലിയ പൈസയായിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷവുമായിരുന്നു. കാരണം എൻ്റെ ഒരു എഫേർട്ട് കണ്ടിട്ട് എനിക്കത് വാങ്ങിച്ചു തന്നല്ലോ. ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനോട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ബീറ്റർ ഞാൻ കേക്ക് ചെയ്ത് എനിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മച്ചിക്കായിട്ടും ഒരു കേക്ക് കൊടുത്ത് ആ കേക്ക് കട്ട് ചെയ്ത് അവൻ എന്നെ തിരിച്ച് വിളിക്കുന്നത് വരെ ഞാൻ അനുഭവിച്ച ടെൻഷനില്ലേ, എനിക്ക് ഭയങ്കരമായിരുന്നു. പക്ഷേ ഇന്നും ആ ടെൻഷൻ എന്നെ വിട്ടുപോയിട്ടില്ല. കാരണം ഇന്നും ഒരു കേക്ക് ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് അവർ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം മാത്രം ഞാൻ പേയ്മെൻറ്റ് എനിക്ക് വേണ്ടുള്ളൂ എന്നാണ് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ടെൻഷനാണ്, എങ്ങാനും പാളിപ്പോയ ഭക്ഷണ സാധനമല്ലേ. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അപ്പോൾ എൻ്റെ ഈ കേക്ക് ഉണ്ടാക്കേണ്ട ആഗ്രഹം കൊണ്ട് ഓരോരുത്തരെയും ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടും അല്ലാണ്ടും ഒക്കെ എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ കേക്ക് വലിയ നല്ലതൊന്നും അല്ലാന്ന്. എന്നാലും എന്നോടുള്ള സ്നേഹബന്ധം കൊണ്ടും സുഹൃത്ത് ബന്ധങ്ങൾ കൊണ്ടൊക്കെയാണ് എനിക്ക് അവരൊക്കെ കേക്കിന് ഓർഡേഴ്സ് തന്നത്. ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ കേക്ക് ബേക്കറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാലും
അവർക്ക് ആ ബന്ധം, കാരണം ഞാനെന്ന വ്യക്തി അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രഷ്യസ് ആയതുകൊണ്ടായിരിക്കും എന്നെ വിഷമിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ നല്ല ദിവസങ്ങൾ ആഘോഷിക്കുന്നതിനോടൊപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ തവണത്തെ ക്രിസ്മസ് വന്നപ്പോൾ വീട്ടിൽ ചോദിച്ച് ഒരു ഓവൻ വാങ്ങിച്ചു. ഓവൻ ഞാൻ EMI ആയിട്ടാണ് വാങ്ങിച്ചത്. ഓവൻ വാങ്ങിച്ച് അപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന് വെച്ചാൽ എൻ്റെ അനിയനാട്ടോ. അവനാണ് വീട്ടിൽ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ തവണത്തെ ക്രിസ്മസിന് ഞാൻ കുറച്ച് ഓർഡേഴ്സ് എടുത്തു. അപ്പോൾ അമ്മ നമ്മുടെ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നതാണ്. അമ്മ വൈകുന്നേരം തൊഴിലുറപ്പ് പണിക്ക് പോയി വന്നപ്പോൾ എനിക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു 3 മണി വരെ. ക്രിസ്മസിൻ്റെ തലേ ദിവസം കേട്ടോ. 3 മണി വരെ ഡ്യൂട്ടി ഉണ്ടായി. തിരിച്ചു വന്ന് 4 മണിക്ക് ഞാൻ കേക്ക് ചെയ്യാൻ തുടങ്ങി. ഇവനാണ് എനിക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് തരുന്നത്. അമ്മയും നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. വൈകുന്നേരമായി ചെയ്ത് ഒരു 8 മണിയായപ്പോഴത്തേക്ക് അപ്പം വന്നു. അപ്പോഴത്തേക്ക് 2-3 പേര് വന്നു. ഉണ്ടാക്കി വെച്ച കേക്ക് കഴിഞ്ഞു. പിന്നെയും ഓർഡേഴ്സ് ഒരുപാട് കിടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ ഒത്തിരി ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നീട് നോക്കുമ്പം ഈ 2 പിള്ളേർ വെച്ച് ഒന്നും നടക്കുന്നില്ല. പിന്നെ അമ്മ വന്നു, അപ്പം വന്നു, എല്ലാവരും സഹായിച്ചു. 12-1 മണി വരെ ഞങ്ങൾ കേക്ക് ചെയ്യാൻ തുടങ്ങി. രാവിലെ ആയപ്പോൾ കേക്ക് കൊടുക്കാൻ ഡെലിവറി ചെയ്യാൻ പോകണം. ഞാൻ തന്നെ പോകണം എല്ലായിടത്തും. പിന്നെ കഷ്ടപ്പാട്. അന്നത്തെ ക്രിസ്മസിന് എൻ്റെ കൂടെ അപ്പനും അമ്മയും അനിയനും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു തന്നു. കാരണം അവർക്കത് മനസ്സിലായി എനിക്ക് അത്രയും ആത്മാർത്ഥതയോടെ എനിക്കത് ചെയ്യാൻ എൻ്റെ അത്രയും 100% എഫേർട്ട് എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അവരെൻ്റെ കൂടെ നിന്നു. അതിനകത്തുള്ള എല്ലാ ലാഭങ്ങളും ഞാനും അവർക്ക് കൊടുക്കുകയും ചെയ്തു. അമ്മ പറയുന്നുണ്ട് ആ തവണത്തെ കുറച്ച് ലോൺ അടക്കാനുണ്ടായിരുന്ന പൈസ പോലും അത് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ഞാൻ പ്രൗഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയത്തും എനിക്ക് തോന്നുന്നു ഡിസംബർ 27-നായിരുന്നു എൻ്റെ കല്യാണം. 25-ന് ഞാൻ ക്രിസ്മസിന് അത്തവണത്തെ ക്രിസ്മസിന് പോലും കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. 26-നാണ് ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെടുന്നത്. അവിടുന്ന് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിന് പുറപ്പെട്ട് ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഹസ്ബൻഡും എനിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിൽ നിന്നൊന്നും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഓവനൊക്കെ അവിടെ തന്നെ വെച്ചു. പുതുതായിട്ടൊരു ഓവനും ബീറ്ററും എല്ലാ സെറ്റപ്പും എനിക്കിവിടെ ചെയ്തു തന്നു. കാരണം എൻ്റെ ഒരു ആഗ്രഹത്തിന് എൻ്റെ ഹസ്ബൻഡും കൂട്ടുനിന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ രഹസ്യം, കേക്കിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അത്രയും ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്. ചിലവർക്ക് നമ്മുടെ ടേസ്റ്റുകളോ കാര്യങ്ങളോ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അവരെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തണമെന്നുമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ളവർ നിൽക്കുവാണെങ്കിലല്ലേ നമുക്ക് ഒത്തിരി അത് ഒരു ഹാർഡ് വർക്കാണെന്നോ ഒന്നും നമുക്കത് തോന്നില്ല. അത് ഏറ്റവും ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യാൻ പഠിക്കും. അതാണ് എൻ്റെ ഇന്ന് വരെയുള്ള എൻ്റെ കേക്ക് ജേർണിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വർക്ക് ഇന്നും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ പ്രൊഫഷണലി പഠിച്ച ജോലി ഞാൻ നിർത്തിയിട്ടും ഈ വർക്ക് ഇന്നും എൻ്റെ കൂടെയുണ്ട്.